ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇസ് ഓൾ അബൌട്ട് എൻ്റെ ഒരു കുട്ടി ഇൻട്രൊഡക്ഷൻ. കാരണം കഴിഞ്ഞ ഒരു 2-3 ദിവസങ്ങളായിട്ട് നമുക്ക് കുറച്ചധികം സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അതിൽ കൂടുതലും പേർക്കും എന്നെ പറ്റി കൂടുതലായിട്ടൊന്നും അറിയില്ല. അപ്പം ഐ തോട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്യാം, സോ ദാറ്റ് യു ഓൾസോ നോ അബൌട്ട് മീ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ബന്ധത്തിൽ അങ്ങനെ പോവാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കമ്മ്യൂണിറ്റി ടാബിലൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലിങ്ങനെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം, എന്നെ പറ്റി അറിയാനുള്ള കാര്യങ്ങൾ ചോദിക്കാം. കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഫുള്ളായിട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനതിന്ന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ആൻസർ ചെയ്യുന്നില്ല, ബട്ട് കോമൺലി എല്ലാവരും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ്ലി നമ്മുടെ രണ്ടാളുടെയും നാട്, എൻ്റെ നാട് കൊല്ലമാണ്. അജുവിൻ്റെ സ്ഥലം കണ്ണൂരാണ്. കണ്ണൂരിലെ മട്ടന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ എയർപോർട്ടിൻ്റെ ഭാഗത്തായിട്ട് വരും. പിന്നെ എൻ്റെ വീട്ടിൽ ഉമ്മയുണ്ട്, വാപ്പിയുണ്ട്. എനിക്കൊരു എൽഡർ ബ്രദർ ഉണ്ട്, ജെബിൻ. ആള് മാരിഡ് ആണ്, ഷഹന. വാപ്പി റിട്ടയർഡ് ആയിട്ട് ഇപ്പോൾ ഒരു 3 to 4 years ആയി, 4+ year ആയെന്ന് തോന്നുന്നു. ഇയേഴ്സായി. അപ്പോൾ ആള് അസിസ്റ്റന്റ് സെയിൽ ടാക്സ് കമ്മീഷണർ ആയിരുന്നു. പിന്നെ എൻ്റെ ഉമ്മി TKM എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഉമ്മി ഇപ്പോൾ റിട്ടയർഡ് ആയിട്ടൊരു 3 years+ ആയി തോന്നുന്നു, അറൗണ്ട്. അത്രയാണ് എൻ്റെ ചെറിയ ഫാമിലി. പിന്നെ അജുവിൻ്റെ ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്. അജുവിനൊരു എൽഡർ ബ്രദർ ഉണ്ട്, അസ്ലം. ആള് സൗദിയിലാണ്. പിന്നെ ആള് മാരിഡാണ്, അവർക്കൊരു മോനും ഉണ്ട്. പിന്നെ അജുവിനൊരു യങ്ങർ സിസ്റ്ററാണുള്ളത്, പൊന്നു. അവളിപ്പോൾ 10th കഴിഞ്ഞിട്ട് നിൽക്കുന്നു. വാട്ട് ഈസ് യുവർ ക്വാളിഫിക്കേഷൻ? എൻ്റെ ക്വാളിഫിക്കേഷൻ, ഞാനൊരു ആർക്കിടെക്റ്റ് ആണ്. ആർക്കിടെക്ചർ ചെയ്തത് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ. ക്രൈസ്റ്റ് എൻ്റെ ഒരു ഡ്രീമായിരുന്നു, ക്രൈസ്റ്റിൽ പഠിക്കണം എന്നുള്ളത്. അങ്ങനെ പോയതാണ്. സോ ആർക്കിടെക്ചർ കംപ്ലീറ്റ് ചെയ്തത് ക്രൈസ്റ്റ് എന്നാണ്. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, വർക്ക് ഫ്രം ഹോം ആണ്. ഞാൻ നാട്ടിൽ ഓഫീസിൽ വർക്ക് ചെയ്യുമായിരുന്നു ജൂനിയർ ആർക്കിടെക്റ്റ് ആയിട്ട്. പക്ഷേ പ്രോഗ്രാമും ഒക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയപ്പം എനിക്ക് ലീവ് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വന്നപ്പം പിന്നെ ഞാനത് റിസൈൻ ചെയ്തു. പക്ഷെ ഇപ്പം ഞാൻ വേറൊരു കമ്പനി ജോയിൻ ചെയ്തു, ഒരു നോർത്ത് ബേസ്ഡ് ഫേമാണ്. അത് കംപ്ലീറ്റ്ലി വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഫ്ലെക്സിബിൾ ആണ്, വീട്ടിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യാം, എൻ്റെ കംഫർട്ടബിൾ ടൈമിൽ വർക്ക് ചെയ്ത് കൊടുക്കാം. ഡെയിലി മീറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനിപ്പം സഞ്ചരിക്കുന്നൊരു ഓഫീസാണ്, എവിടെ പോയാലും ലാപ്ടോപ്പ് കൊണ്ടാണ് പോകുന്നത്. അപ്പം ഫാസിലിനെ എങ്ങനെ പരിചയപ്പെട്ടു? ഓക്കെ, ഇതിനൊക്കെ ഫാസിൽ ഫാൻസ് ഉണ്ടായിരുന്നില്ലേ? ഐ തോട്ട് ഹനാൻ ഫാൻസ് ഉണ്ടായിരുന്നിട്ടുള്ളൂ. ഓക്കെ, ഫാസിലിനെയാണ് ഞാൻ എൻ്റെ ഒരു പാട്ടിൻ്റെ ഫീൽഡിൽ ഏറ്റവും അധികം ക്ലോസ് ആയി പരിചയപ്പെടുന്ന ഒരാൾ ഫാസിലാണ്. ഫാസിൽ എനിക്ക് ഇൻസ്റ്റഗ്രാം ത്രൂ അറിയാം, ലൈക്ക് പാട്ടൊക്കെ കേട്ടിട്ട് നമ്മൾ ഫോളോ ചെയ്തു, കൊട്ടിക്കണ്ടും. ബട്ട് ദെൻ പിന്നെ നമ്മൾ കുറച്ച് പ്രൊജക്ട്സ് ഒരുമിച്ച് ചെയ്തു. നമ്മൾ 1-2 കവർ സോങ്സ് ഇറക്കി. അതിനുശേഷം ഫാസിലിൻ്റെ കുറച്ച് ഒറിജിനൽ പ്രൊജക്ട്സിൽ വർക്ക് ചെയ്തു. അങ്ങനെ നമ്മളെ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്തു. ലൈക്ക് നമുക്ക് പാട്ടിൻ്റെ കാര്യത്തിലൊക്കെ എനിക്ക് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഫാസിൽ. ഈവൻ ഞാൻ എൻ്റെ ഹോം സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്തതൊക്കെ അതൊക്കെ ഫാസിൽ ഉള്ളതുകൊണ്ടാണ്. ഫാസിലും ആ സമയത്ത് കംപ്ലീറ്റ്ലി പാട്ടിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ പ്രൊജക്ട്സ് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഫാസിലിൻ്റെ ഓൺ കോമ്പോസിഷൻസ് 2-3 എണ്ണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ആവാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. പിന്നെ നമ്മൾ നല്ല ഫ്രണ്ട്സായി, ലൈക്ക് ഒരേ വേവ് ലെങ്ത് ടൈപ്സ്. When did you meet Hanan and team? Okay, this is the much awaited question. കൂടുതലും ക്വസ്റ്റ്യൻസ് ഇതിനെ പറ്റിയിട്ടാണ് വന്നിട്ടുള്ളത്. ഹനാനെ ഞാൻ എങ്ങനെ കണ്ടുമുട്ടി? അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ, ഹനാനെ എനിക്ക് ഇൻസ്റ്റഗ്രാം ത്രൂ അറിയാം. ഹനാനൊരു 6K ഫോളോവേഴ്സ് ഉള്ളപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ഫോളോ ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ അത് ഞാൻ ഫോളോ ചെയ്തിട്ടേ ഉള്ളൂ, 6 to 7K ഫോളോവേഴ്സ് ഉള്ളപ്പോൾ. പിന്നെ അതിനുശേഷം എൻ്റെ പാട്ടൊക്കെ ഇടയ്ക്ക് എപ്പോഴും എൻ്റെ ഏതോ സോങ് എന്തോ കണ്ടിട്ട് അവനെ ഫോളോ ചെയ്തു തിരിച്ച്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ അറിയാം, പാട്ട് ഞാൻ പാടുന്നറിയാം, അവൻ പാടുന്ന ഞാനും ഫോളോ ചെയ്യുന്നുണ്ട് അന്ന് തൊട്ടേ, ലൈക്ക് ബിഗിനിങ് ടൈം തൊട്ടേ. അപ്പോൾ അങ്ങനെ ഒരു അറിവ് ഉണ്ട്, ബട്ട് അല്ലാണ്ട് നമുക്ക് പേഴ്സണലി അറിയൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഫാസിലിനെയും അസ്ലമിനെയും അറിയായിരിക്കും കുറച്ച് പേർക്കെങ്കിലും. ഇപ്പോൾ ജാസിൻ്റെയും ഫാസിലിൻ്റെയും കൂടെയാണ് ഞാൻ ഇനിഷ്യലി 1-2 പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ചെയ്തത്. ഞങ്ങൾ നല്ല കൂട്ടായിരുന്നു പാട്ടിൻ്റെ ഫീൽഡിൽ. ഞങ്ങൾ 3 ബാംഗ്ലൂർ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 1-2 ക്യാമ്പിന് പോയിട്ടുണ്ട് വയനാട്. ഭാസ്കരനെ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ആള് ഇതേപോലെ ഹനാനോട് ഒരു ഹൈക്കൻസിന്റെ ഒരു ക്യാമ്പ് നിങ്ങൾ ലോ ക്ലാസ് ക്ലബിന്റെ പേജിലെ ലോ ക്ലാസ് ക്ലബിന്റെ പേജ് നോക്കി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഫസ്റ്റ് ഒരു ക്യാമ്പിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഹൈക്കൻസിന്റെ ഫസ്റ്റ് ക്യാമ്പ് ആയിരുന്നു എനിക്ക് ഓർമ്മയില്ല. ഹൈക്കൻസിന്റെ ക്യാമ്പായിരുന്നു വയനാട്. ഹനാനായിരുന്നു അതിന്റെ മെയിൻ. അവരുടെ ടീമായിരുന്നു അത് ഹോസ്റ്റ് ചെയ്തത്. അപ്പൊ അതിലേക്ക് എന്നെ പാടാൻ വിളിച്ചതായിരുന്നു. ഫസ്റ്റ് അസ്കറാണ് ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പൊ ഹനാനെ അറിയാം, പറഞ്ഞപ്പോ എന്നെ അറിയാം, കാരണം നമ്മൾ യൂഷ്വലി ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നത് ഹൈക്കൻസിന്റെ ക്യാമ്പിൽ വെച്ചിട്ടായിരുന്നു. അന്ന് ഞാനിവിടെ പാടാൻ അത് ഞാൻ എൻ്റെ ഫൈനൽ ഇയർ തീസിസ് കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു. കാരണം തീസിസ് കഴിഞ്ഞ് നിൽക്കണോണ്ടാണ് എനിക്ക് പോകാൻ പറ്റിയത്. അല്ലെങ്കിൽ അത് ഞാനിപ്പോൾ ഇങ്ങനെ വിചാരിക്കുന്ന എല്ലാം എവറിത്തിങ് ഹാപ്പൻഡ് ഫോർ എ റീസൺ. കാരണം അത് തീസിസ് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ ടെക്സ്റ്റ് വരുന്നതും. അപ്പം ഞാനോർത്ത് നോക്കി എന്തായാലും കോഴ്സ് കഴിഞ്ഞു, ഇനിയിപ്പോൾ റിസൾട്ട് വന്നാൽ മതി. സോ എന്തായാലും ഒരു ഗെറ്റ് അവേ ആവുമല്ലോ. അപ്പം എൻ്റെ ഫ്രണ്ട്സ് കൂടെ വരാനുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടിയിട്ടാണ് ഇങ്ങനെ പോയത്. രണ്ട് മൂന്നാളുണ്ടായിരുന്നു. സോ അന്ന് അങ്ങനെ ഹൈക്കൻസിൻ്റെ ക്യാമ്പിന് പോയിട്ട് അവിടെ നിന്നാണ് ഹനാനെ ഫസ്റ്റ് ഞാൻ മീറ്റ് ചെയ്യുന്നത്. അന്ന് ഇതേപോലെ ലൈക്ക് ഞാൻ ആദ്യമായിട്ട് കാണുകയാണല്ലോ. അപ്പം അന്ന് നമ്മളൊരു സോങ് ഒക്കെ ഫസ്റ്റ് ഷൂട്ട് ചെയ്തു. അതിൻ്റെ ഒരു റീല് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടത്, ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലേ സോങ്. അപ്പോൾ ആ സോങ് ഒക്കെ നമ്മൾ അവിടെ നിന്ന് ഷൂട്ട് ചെയ്തത്. സോ അന്ന് ഇങ്ങനെ കാഷ്വലി ഞാൻ ഹനാനായിട്ട് ഇരുന്നിട്ട് വർത്താനം പറയായിരുന്നു കുറച്ച് നേരം. അപ്പോൾ ഞാൻ ഇങ്ങനെ അവനോട് പറഞ്ഞു, കുറച്ച് നാളായിട്ട് ഇങ്ങനെ പാട്ടൊക്കെ ഇടുന്നുണ്ട്, പക്ഷെ അങ്ങനെ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എൻ്റെ കോഴ്സ് നടക്കുന്നു, എൻ്റെ സൈഡിൽ കൂടി പാട്ടിടുന്നു. പക്ഷേ ഞാൻ പാട്ടിന് എനിക്ക് എവിടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും എൻ്റെ ബെസ്റ്റ് ട്രൈ ചെയ്തിട്ട് ഞാൻ പോകാറുണ്ട്. അത് എവിടെ എനിക്ക് ചെറിയ ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ പോലും ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ട് പോവും അവിടെ. അതിന് എൻ്റെ പേരൻസ്, എൻ്റെ ഉമ്മയാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരാൾ. എന്നെ എവിടെ വേണമെങ്കിലും എന്നെ കൊണ്ടുപോകും. ഏതറ്റം വരെയും എന്നെ ആൾക്ക് ഞാൻ പാട്ടിൽ എന്തെങ്കിലുമൊക്കെ ആയി കാണുന്നൊക്കെ ഒരുപാട് ആഗ്രഹമുള്ള ആളായിരുന്നു പണ്ട്. അപ്പോൾ പണ്ട് തൊട്ടേ കോളേജിൽ ഞാൻ ഉമ്മയുടെ കൂടെ കോളേജിൽ ഉമ്മേനെ കൊണ്ടുപോയി പാടിക്കായിരുന്നു. ഉമ്മയുടെ കോളേജിൽ. സോ ഇങ്ങനെ അപ്പം ഞാൻ ഇങ്ങനെ ഇതൊക്കെ പറയായിരുന്നു അവനോട്. അപ്പോൾ ഞാൻ ലൈക്ക് ഇതൊക്കെ കേട്ടിരുന്നു. എന്നിട്ട് ആള് സീനില്ല, നമുക്കൊക്കെ സെറ്റാവും, നമുക്കൊരു ടൈം വരും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ബട്ട് ഐ വാസ് ഓൾ ദ മോർ ഹാപ്പി. ഞാനങ്ങനെ വേറൊന്നും ആലോചിച്ചിട്ടൊന്നുമല്ല, കാഷ്വലി സംസാരിച്ചപ്പം. പിന്നെ ഇങ്ങനെ അവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാനിങ്ങനെ ടീം ഫോം ചെയ്യാൻ ഉള്ളൊരു പ്ലാനിലൊക്കെയാണ്. ഞങ്ങൾ ടീം ഫോം ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പം എൻ്റെ വീട് കൊല്ലാണല്ലോ, കൊല്ലത്തുനിന്ന് ഞാൻ വരണം. ജസ്റ്റ് കാഷ്വലി എന്നോട് ചോദിച്ചതാണ്, ഞാൻ ഇങ്ങനെ ഫോം ചെയ്താൽ എനിക്ക് വരാൻ കഴിയുമോ, വരാൻ പറ്റുമെങ്കിൽ ഒരു നല്ലതായിരുന്നു, എനിക്ക് നീ പറയും നോക്കിയിട്ടെന്നൊക്കെ പറഞ്ഞു. ഐ വാസ് ഓൺ ക്ലൗഡ് 9. എനിക്ക് എന്ത് പറയേണ്ടത് അറിയില്ല. ഞാനിതിങ്ങനെ ഫസ്റ്റ് ടൈം കേൾക്കാണല്ലോ. പിന്നെ ഞാൻ വീട്ടിൽ പോയി ഇതൊരു റാൻഡം ഡിസ്കഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ക്യാമ്പൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയതിന് ശേഷം നെക്സ്റ്റ് ഡേ ആണ് ഇങ്ങനെ എൻ്റെ ഒരു ടെക്സ്റ്റ് വരുന്നത്, സെയിം ഒരു പ്രോഗ്രാം വരുന്നുണ്ട്, നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അപ്പം എനിക്ക് ഇത് ടെക്സ്റ്റ് വരുമ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടത്, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എനിക്ക് സന്തോഷം എക്സൈറ്റ്മെന്റ് അങ്ങ് പീക്കായിട്ട്, ലൈക്ക് ഐ എം നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് എന്ത് ചെയ്യണം. ഇപ്പോൾ വീട്ടിൽ പറയണോ, ഉമ്മയോട് പറയണോ. ഇതൊരു 2 years മുന്നേ ആണ് കേട്ടോ, ഇപ്പോഴല്ല. ഞാൻ ഇപ്പോൾ 2 years ആയി അവരപ്പം. അങ്ങനെ ഞാൻ ഉമ്മയോട് ഇങ്ങനെ പറഞ്ഞൊക്കെ കൊടുത്തു, ഇങ്ങനെ എനിക്കൊരു ഇത് വന്നിട്ടുണ്ട്, ഇങ്ങനെ ചെല്ലാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ അൽഹംദുലില്ലാ എനിക്ക് ആ പ്രോഗ്രാമിന് പോകാൻ പറ്റി. അന്ന് എൻ്റെ ഉമ്മ എൻ്റെ കൂടെ വന്നു. ആദ്യം ഇങ്ങനെ ഒബ്വിയസ്ലി നമ്മൾ ഏതൊരു പാരൻറ്റിനായാലും ആരുടെ ഒപ്പമാണ്, എങ്ങോട്ടാണ്, എന്തിനാണ് പോണത് എന്നൊക്കെയുള്ളൊരു ക്വസ്റ്റ്യൻ വരുമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ എനിക്കറിയാം എന്ത് സംഭവിച്ചാലും ഉമ്മേൻ്റെ ഇതിന് വിടും, ഉമ്മേൻ്റെ കൂടെ വരും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. സോ ഞാൻ അനാനോട് പറഞ്ഞു, എനിക്കൊരു ഇതുമില്ല, ഞാൻ വരും, എനിക്ക് ഈ വിളിച്ചാൽ ഞാൻ വരും. അങ്ങനെ ഞാൻ അത് പോയി. സോ ഫസ്റ്റ് ഇതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഏതായിരുന്നു ഫസ്റ്റ് പ്രോഗ്രാം എന്നുള്ളത്. അപ്പോൾ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ടീമായിട്ടുള്ള ഫസ്റ്റ് പ്രോഗ്രാം സ്ലാഷ് കഫേയിൽ, കോഴിക്കോട് സ്ലാഷ് കഫേയിൽ വെച്ചിട്ടായിരുന്നു. ആ ഇവൻറ്റ് വാസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. പക്ഷേ എൻ്റെ ഒരു ഓർമ്മയ്ക്ക് അതായിരുന്നു ഫസ്റ്റ് ഇവൻറ്റ്, ഞാൻ പോയിട്ടുള്ള ഫസ്റ്റ് ഇവൻറ്റ്. അതിനുശേഷം വന്നൊരു പ്രോപ്പർ ഇവൻ്റ് എന്ന് പറയുകയാണെങ്കിൽ MET കോളേജ്, തൃശ്ശൂർ MET കോളേജിലെയാണ് ഏറ്റവും ഫസ്റ്റ് ചെയ്തൊരു പ്രോപ്പർ പ്രോഗ്രാം, ഒരു കോളേജ് ഇവൻറ്റ് അതായിരുന്നു. സോ ഇതൊക്കെ ആദ്യം കേൾക്കുമ്പോൾ തന്നെ ഉമ്മി ആദ്യം ഒന്ന് എന്താ എങ്ങനെ വിടും അങ്ങനെയൊക്കെ ഒരു തോട്ട് വന്നു. പിന്നെ ഉമ്മി പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ വരാം നിൻ്റെ കൂടെ. അങ്ങനെ ഒരു ആദ്യത്തെ ഒരു 1.5 വർഷം മുഴുവൻ എൻ്റെ കൂടെ എല്ലാ പരിപാടിക്കും എൻ്റെ ഉമ്മയുണ്ട്.
വളരെ അടുത്ത് റീസെൻ്റ് ആയിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങിയത്. അത് ഇവരെയൊക്കെ ഒരുപാട് അറിഞ്ഞ് എല്ലാം ചെയ്തതിന് ശേഷമാണ് ഞാൻ ഒറ്റയ്ക്ക് പിന്നെ പോയി തുടങ്ങിയത്. ട്രാവൽ ചെയ്യുന്നതൊന്നും പ്രശ്നമില്ല, എങ്കിലും അറിയാലോ നമ്മുടെ നാട്ടിലും നമ്മുടെ ഫാമിലിയിലായാലും ക്വസ്റ്റ്യൻസ് വരും, എങ്ങോട്ടാണ് എവിടെയാണെന്നൊക്കെ ഉള്ളതിൻ്റെ. അപ്പോൾ ഉമ്മി മേഡ് ഷുവർ ആരും ഒന്നും ഇതിനെപ്പറ്റി ഇത് ചെയ്യാണ്ടിരിക്കാൻ എല്ലായിടത്തും ഒപ്പം വരുമായിരുന്നു. സോ അതായിരുന്നു അനാനെ മീറ്റ് ചെയ്തതും ടീമിലേക്ക് വരാനുള്ളൊരു കാരണവും. പിന്നെ ഇപ്പോൾ മെല്ലെ മെല്ലെ അങ്ങനെ ടീമിൻ്റെ ഒരു പാർട്ടായി. പിന്നെ നമ്മളൊരു വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പ്രോപ്പർ ടീം പിന്നെയാണ് ഷാനു വരുന്നത്. നമ്മുടെ ടീമിൻ്റെ എല്ലാമാണ് ഷാനു. ഷാനു ഇസ് ലൈക്ക് ദി ബാക്ക് ബോൺ ഓഫ് ദി ടീം. ഷാനുവിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് നമ്മൾ ടീം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനാൻ്റെ ടീമാണ് ശരിയാണ്, ബട്ട് ഷാനു ഇസ് ലൈക്ക് ദി മേജർ പാർട്ട് ഓഫ് ദി ടീം. പിന്നെ പ്രോപ്പർലി എല്ലാ പ്രോഗ്രാം കാര്യങ്ങൾ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഗ്രേറ്റസ്റ്റ് ക്വാളിറ്റി ദറ്റ് യു സീ ഇൻ ഈച്ച് ഓഫ് ദം? ഗ്രേറ്റസ്റ്റ് ക്വാളിറ്റി ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഐ വുഡ് സേ ട്രാൻസ്പെറൻസി. ബിക്കോസ് അവരെല്ലാവരും നിങ്ങൾ എന്താണോ വീഡിയോയിൽ ത്രൂ കാണുന്നത് അത് തന്നെയാണ് അവർ. ഒരു മറയില്ല. ഐ മീൻ ഒന്നും എന്താ പറയുക, ട്രാൻസ്പെറൻ്റ് ആണ്, വളരെ ട്രാൻസ്പെറൻറ്റ്. ലൈഫിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് വീഡിയോയിലും നമ്മൾ കാണുന്നത്, വ്ളോഗിലൊക്കെ. എല്ലാവരും ഭയങ്കര ലവ്വിങ് ആണ് തമ്മിൽ. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുപോലെ ബോണ്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനെ കണ്ടിട്ടില്ല. ഐ മീൻ ഐ ഹവ് സീൻ പീപ്പിൾ, ഐ ഹവ് സീൻ ഫ്രണ്ട്സ്, ഐ ഹവ് സീൻ മെൻ, അതർ മെൻ. അതായത് തമ്മിൽ തീരെ ഈഗോ ഇല്ലാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആർക്കും ഇല്ല. അവരെല്ലാവരും ഒരേപോലെയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ലൈക്ക് എല്ലാവർക്കും ഒരേ മെൻറ്റാലിറ്റിയാണ്. ഭയങ്കര സ്നേഹമാണ് എല്ലാവരും. എന്താ പറയുക, അത് ആ ഒരു ട്രാൻസ്പെറൻറ്റ് ക്യാരക്ടറാണ് ഞാൻ അവരിൽ എല്ലാവരിലും കണ്ടിട്ടുള്ള ഒരു ഗ്രേറ്റസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത്. എനിക്കിപ്പം ഇൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറയാൻ അറിയുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഞാൻ കണ്ടെടുത്തോളം ഉള്ള കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെല്ലാവരും സ്നേഹം കൊടുക്കുന്ന കാര്യത്തിൽ തമ്മിലുള്ള ഒരു ബോണ്ടും ഒരു കെയറും കൊടുക്കുന്ന കാര്യത്തിൽ ഒരേപോലെയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ലേ. ഒരു കൂട്ടത്തിലുള്ള എല്ലാ ആൾക്കാരും ഒരേപോലെയായി കിട്ടുക എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ബട്ട് അതൊരു ഭയങ്കര ബ്ലെസ്സിങ് ആണ്. ആ ഒരു സർക്കിൾ, ദാറ്റ് സർക്കിൾ ഇറ്റ് സെൽഫ് ഇസ് എ ബ്ലെസ്സിങ്. ഹൗ ഡിഡ് ദിസ് ഫീഡ് കം അബൌട്ട് ആൻഡ് ഹൂ ഫസ്റ്റ് സപ്പോർട്ടഡ് ഇറ്റ്? ഈ ഫീഡ് വരാൻ കാരണം അജു ആണ്. അജു ആയിരുന്നു എൻ്റെ ലൈഫിലെ ഒരു മേജർ പാർട്ട് ഓഫ് ഞാൻ ഇങ്ങനെയൊക്കെ ആവാനും ഇങ്ങനെയൊക്കെ ഒരു പാത്തിലൂടെ പോകാനും മേജർ റീസൺ എന്ന് പറയുന്നത് എൻ്റെ ഉമ്മയും അജുവാണ്. വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ട് മേജർ പാർട്ട് ഉമ്മയാണ്. പിന്നെ അജു ആണ് എന്നോട് ഇനീഷ്യലി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറഞ്ഞതും ഫീഡ് ഇങ്ങനെ കൊണ്ടുപോകണം. അജു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഇവിടെ നീ അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ. എനിക്ക് ഭയങ്കര മടിയുള്ള ആളാണ്. അജു ഇങ്ങനെ ഡെയിലി വ്യൂസ് ഒക്കെ ഇരുന്ന് റിഫ്രഷ് ചെയ്യും. 1K ആയി, 2K ആയി, 10K ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ആളാണ് ഭയങ്കര എക്സൈറ്റഡ് എന്നെക്കാളും. അപ്പോൾ എനിക്കിങ്ങനെ മോട്ടിവേഷൻ തരും. ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കാനും ഞാൻ നാളെ ചെയ്യാമെന്നുള്ളൊരിതിലിരിക്കുക. അപ്പോൾ ഇന്ന് എന്നെ കൊണ്ട് എടുപ്പിച്ച ആൾ അജുവാണ്. അപ്പോൾ ഇതിങ്ങനെയൊക്കെ വരാൻ കാരണം ഈസ് ദി മേജർ റീസൺ. ഇപ്പം ഞാൻ പ്രോഗ്രാമിന് പോകുമ്പോൾ ഹനാൻ്റെ അടുത്ത് നിന്നിട്ടാണ് പോവുക. അപ്പോൾ അവിടെ ഉമ്മി വന്ന് എൻ്റെ കൂടെ നിന്നിട്ട് ഒരു വർഷത്തിന് മേലെ ഞാൻ എപ്പൊക്കെ പോയിട്ടുണ്ടോ അപ്പൊക്കെ ഉമ്മി വന്നിട്ടുണ്ട് അവിടെ. അപ്പം ഹനാൻ്റെ ഉമ്മച്ചിയായിട്ടും ഉപ്പച്ചിയായിട്ടൊക്കെ നല്ല കമ്പനിയാണ് എല്ലാവരും. അപ്പം ഞാനവിടെ ചെന്നാൽ അവിടെ ഒരു റൂം താഴെ നമുക്കുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. എനിക്ക് വേണ്ടിയിട്ടുള്ള റൂം ചെല്ലുമ്പോഴേ ഞാൻ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ എൻ്റെ ഉമ്മയും വന്ന് നിന്ന് ഒരുപാട് ശീലമുണ്ട്. നമ്മളങ്ങനെ വ്ളോഗിലൊന്നും നിങ്ങൾ കാണുന്നുണ്ടാവില്ല, പക്ഷെ നമ്മളവിടെ ഇങ്ങനെ റൂമിലുണ്ടാവും മിക്കവാറും ഒക്കെ. എപ്പോഴും ഇല്ല, പ്രോഗ്രാം ഉള്ളപ്പോൾ മാത്രം. കാരണം ഞാൻ കൊല്ലത്തുനിന്ന് വന്ന് പോകുന്നതുകൊണ്ട് നിൽക്കാൻ ഹോൾട്ട് ചെയ്തിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉമ്മയായിട്ട് നല്ല കമ്പനിയാണ്. പിന്നെ എന്താ പറയുക വെച്ചാൽ പിന്നെ ഒരുപാട് നാൾ പോയി, ഒരു വർഷത്തിന് മേലെയായി. അപ്പോൾ അത്രയും അറിയുന്നതുകൊണ്ടാണ് എനിക്കൊരു സേഫസ്റ്റ് പ്ലേസാണ് നമ്മുടെ ടീമിനൊപ്പം പോണത്. എനിക്കതിലൊന്നും പേടിക്കാനില്ല. പിന്നെ എൻ്റെ ഉമ്മയ്ക്ക് എൻ്റെ വീട്ടിലുള്ളവർക്കും ഇത്രയും അറിയാം ഇപ്പോൾ എവിടേക്കാണ് ഞാൻ പോണത്, ആരുടെ കൂടെയാണ്. അവരെന്നെ സേഫായിട്ട് കൊണ്ടുപോകണത് പോലെ തന്നെ സേഫായിട്ട് വീട് വരെ ഞാൻ എത്തും തിരിച്ച്. ആ ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് പോണത്, അല്ലാണ്ട് വെറുതെ അങ്ങനെ വിടില്ലല്ലോ. അപ്പോൾ ഇതിനൊക്കെ ഒരു എന്താ പറയുക, നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് വരാൻ പോണ പാർട്ട്ണറിനും ഇതൊക്കെ ഓക്കെ ആയിരിക്കണം. അപ്പോൾ ആ ഒരു മെൻ്റൽ സപ്പോർട്ട് അജുവിൻ്റെ സൈഡിൽ നിന്ന് ഉള്ളതുകൊണ്ടാണ്
ഇപ്പം ഇത് എന്നെപ്പോലെ കഴിവുള്ള ഒരുപാട്, എന്നെപ്പോലെ കഴിവുണ്ട്, എന്നെക്കാളും കഴിവുള്ള ഒരുപാട് പേരുണ്ട്, ഇഷ്ടം പോലെ പേരുണ്ട്. എവിടേക്കും ഇറങ്ങിപ്പോകാൻ അല്ലെങ്കിൽ എത്തിച്ചേരാൻ പറ്റായിട്ട് ആയി പോണ. അപ്പം നമുക്ക് വേണ്ടത് നമുക്കൊരു സപ്പോർട്ടാണ്, മെൻ്റൽ സപ്പോർട്ട്, ഫിസിക്കൽ സപ്പോർട്ട് നമ്മുടെ ഫാമിലിയുടെ അടുത്ത് നിന്നും. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനൊരു ആവറേജ് സിംഗറാണ്, ഞാനൊരു എക്സ്ട്രാ ഓർഡിനറി ആണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. എന്നെപ്പോൾ ഒരു ആവറേജ് സിംഗറിന് ഇതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ആ ഓപ്പർച്യൂണിറ്റി എന്നെ തേടി വരുമ്പോൾ എനിക്കത് അത് അതിന് പോകാനൊക്കെ ഉള്ള ഒരു ഇത് വീട്ടിൽ നിന്നും ഒക്കെ ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ എനിക്ക് ഇതിനൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ ബിയോണ്ട് ഗ്രേറ്റ്ഫുൾ ആണ് എൻ്റെ ഫാമിലിയോടും അജുനോടും ഒക്കെ. അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഡ്രീം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഒരു സ്റ്റേജിൽ നിന്നിട്ട് പാടുക, അല്ലെങ്കിൽ 100 പേരുടെ മുന്നിൽ പാടുക എന്നുള്ളത് തന്നെ ഒരു ഡ്രീമായിരുന്നു. ഞാനിപ്പോൾ 5000 10,000 ആൾക്കാരുടെ മുന്നിൽ പാടുന്നുണ്ട്. ദാറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ഹനാൻ. പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഹനാൻ ഒരാൾ ഇല്ലെങ്കിൽ ഞാനും അല്ലെങ്കിൽ നമ്മുടെ ടീമിൽ പെർഫോം ചെയ്യുന്ന ആരും ഇതൊന്നും കാണുമില്ല. സോ അതിനെപ്പറ്റി എനിക്ക് കുറച്ചും കൂടി പറയണമെന്നുണ്ട്. ഞാനൊരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെ എല്ലാം കണക്റ്റഡ് ആയതുകൊണ്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ തുടങ്ങിയത് എനിക്ക് ഓർമ്മയില്ല. ലെറ്റ് മീ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ യുവർ ഫ്യൂച്ചർ പ്ലാൻസ്? ഓക്കെ, ആസ് ഓഫ് നൗ അങ്ങനെ ഫ്യൂച്ചർ പ്ലാൻ എന്താ വെച്ചാൽ എനിക്ക് എന്തായാലും ഡെഫിനറ്റ്ലി MArc ചെയ്യണം എന്നാഗ്രഹമുണ്ട്. MArc അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി റിലേറ്റഡ് ടു ആർക്കിടെക്ചർ, MS ആയാലും അങ്ങനെ പ്ലാനിങ് ആയാലും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതായാലും കുഴപ്പമില്ല, ബട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് ഞാനിപ്പോൾ കുറച്ച് നാളത്തേക്ക് ഒന്ന് പോസ് ചെയ്ത് വെച്ചിരിക്കുക. കാരണം ആർക്കിടെക്ചർ പഠിച്ചൊരു 5 years കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഡ്രെയിൻഡ് ഔട്ടായി. കാരണം തീരെ ഉറക്കം കിട്ടാത്തൊരു സബ്ജക്റ്റാണ് ആർക്കിടെക്ചർ എടുക്കുന്നവർ കാണാൻ പഠിക്കാൻ അങ്ങനെയൊന്നുമില്ല, പക്ഷേ ഫിസിക്കൽ എഫേർട്ട് വളരെ കൂടുതലാണ്, ഉറങ്ങാനൊന്നും പറ്റില്ല. അപ്പോൾ ഒരു 5 years കഴിഞ്ഞപ്പോൾ നല്ല കുറച്ച് ഒരു ബ്രേക്ക്, മെൻ്റലി ഫിസിക്കലിയും ബ്രേക്ക് വേണമെന്ന് തോന്നിയോണ്ടാണ് ഞാൻ കുറച്ച് പാട്ടിലേക്ക് ഒന്ന് റിലാക്സ്ഡ് ആവാൻ നീങ്ങിയത്. അപ്പോൾ ഇപ്പോൾ പക്ഷേ ആസ് ഐ ടോൾഡ് യു, ഗോഡ് ഹാഡ് അതർ പ്ലാൻസ്. ഇപ്പോൾ ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ കിട്ടി, ഈ ഒരു വഴിയിലേക്ക് ഇങ്ങനെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ കുറച്ച് നാൾ എന്തായാലും എനിക്കിപ്പം എന്തായാലും അജു ദുബായിലായതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകണം, എന്തായാലും പോകണം ഡെഫിനറ്റ്ലി. പക്ഷേ ഇപ്പോൾ ഉടനെ പോയില്ല, കാരണം എനിക്ക് പെട്ടെന്ന് നമ്മളെ ടീമൊന്നും വിട്ടിട്ട് പോകാൻ എനിക്കിപ്പോൾ പറ്റില്ല. പിന്നെ സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ രണ്ടും കൊണ്ടുപോകണം. എങ്കിലും ദുബായിലേക്ക് പോവും. ഫ്യൂച്ചർ പ്ലാൻ അതാണ്, രണ്ടാളും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണല്ലോ. എൻ്റെ ഏജ് ഞാൻ 99 ആണ്, ഇപ്പോൾ 26 ആയി.